Good morning, students. നമുക്ക് ചെയിൻ റൂളിലെ മറ്റൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്. Z is equal to ln 2x square plus y, where x is equal to root t, y is equal to t raised to 1/3. Here we have to find out dz by dt. ഇതിന്റെ dz by dt കണ്ടുപിടിക്കാം. ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം z ഫംഗ്ഷൻ containing x and y. x in terms of t alone, y in terms of t alone. Then ഈ ട്രീയിൽ നോക്കിക്കൊണ്ട് നമ്മൾ അതിന്റെ ഫോർമുല എഴുതുക. ഫോർമുല എഴുതുമ്പോൾ z containing two variable, z രണ്ട് വേരിയബിൾ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് എടുക്കുന്നു? ഡോ z by ഡോ x ഇൻറ്റു എക്സിൽ ഒരു വേരിയബിൾ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ എന്ത് എടുക്കുന്നു? dx by dt. Then പ്ലസ് ഡോ z by ഡോ y ഇൻറ്റു dy by dt. അപ്പൊ എന്തുകൊണ്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത് എന്താണ് ഡിഫറൻസിയേഷൻ എടുത്തത്? രണ്ടെന്നുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ z കണ്ടെയ്നിങ് ടു വേരിയബിൾ, എക്സിൽ രണ്ട് വേരിയബിൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുത്തത് കേട്ടോ. ഇനി നമ്മൾ ഇതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡോ z by ഡോ x എന്താണ്? z is equal to log 2x square plus y. അതിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d by dx of log x എന്താണ്? d by dx of log x എന്ന് പറയുന്നത് 1/x ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 1/2x square plus y into 4x, 4x വരും. 2x square ഡിഫറൻസിയേഷൻ 4x. Then into dx by dt എന്താണ്? root t. d by dx of root x എന്താണ് ഫോർമുല? 1/2 root x ആണ്. അപ്പൊ ആ ഫോർമുല കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 root t പ്ലസ് ഡോ z by ഡോ y എന്താണ്? 1/2x square plus y into 1. y യുടെ കോഎഫിഷ്യന്റ് 1 ആണ്. into dy by dt എന്താണ്? 1/3 t raised to 1/3 minus 1. അപ്പൊ ഡിഫറൻസിയേഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെയും വൈനെയും എല്ലാം ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 4 into എക്സിന്റെ വാല്യൂ എന്താണ്? റൂട്ട് ടി ഡിവൈഡഡ് ബൈ ഇവിടെ 2x square plus y. എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ടി ആകുമ്പോൾ എക്സ് എന്തായിരിക്കും? എക്സ് സ്ക്വയർ എന്തായിരിക്കും? 2t പ്ലസ് y എന്താണ്? t raised to 1/3 into 1/2 root t. Then plus 1/2 into x square എന്താണ്? 2t plus y എന്താണ്? t raised to 1/3 into 1/3 t raised to 1/3 minus 1. 1/3 minus 1 എന്ന് പറഞ്ഞാൽ minus 2/3. അപ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ. dz by dt എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആൻസർ എത്രയാണ്? ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയിൻ റൂൾ ഉപയോഗിക്കുക. ചെയിൻ റൂളിന്റെ ഫോർമുല എഴുതാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ട്രീ വരയ്ക്കുക. ആ ട്രീയിൽ നോക്കിക്കൊണ്ട് വേണം ഫോർമുല വരയ്ക്കാനായിട്ട്, ഫോർമുല എഴുതാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫോർമുല എഴുതാൻ സാധിക്കും. അപ്പൊ എന്തുകൊണ്ട് ഡോ എടുത്തു, എന്തുകൊണ്ട് ഡി എടുത്തു എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ആഫ്റ്റർ ദ ഡിഫറൻസിയേഷൻ നമ്മൾ എക്സിന്റെയും വൈയുടെയും വാല്യൂ ഇൻ ടേംസ് ഓഫ് ടിയിൽ എഴുതാം. അങ്ങനെ ടിയിലേക്ക് എഴുതി കഴിയുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ ആണ് കേട്ടോ dz by dt. അപ്പോൾ എല്ലാവരും എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കുക. ഈ ഫോർമുല ഒരു കാരണവശാലും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കരുത്. ഈ ഫോർമുല നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ വരച്ച് ആ ഫിഗറിൽ നോക്കി എഴുതുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ശരി.